ശ്യാമാംബരത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. അതിൽ 22 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അതിൽ കടുത്ത കൃഷ്ണഭക്തരായ കുടുംബമാണ് വാസുദേവൻ്റെയും ദേവകിയുടെയും. അവർക്കൊരു മൂത്ത കുട്ടിയുണ്ട്, നരേന്ദ്രൻ. അങ്ങനെ ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ വാസുദേവനും ദേവകിക്കും ഒരു പെൺകുട്ടി ജനിക്കുകയാണ്. പക്ഷേ ജനിച്ച ഉടനെ ആ കുട്ടിക്ക് അനക്കമൊന്നും ഉണ്ടാകുന്നില്ല. തുടർന്ന് ഭക്തരായ വാസുദേവൻ തൻ്റെ പൂജാമുറിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുവന്ന മേശപ്പുറത്ത് വച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെയും ഭക്തിക്കും ഒക്കെ അർത്ഥമുണ്ടെങ്കിൽ എനിക്കൊരു ജീവനുള്ള കുട്ടിയെ നൽകണമെന്ന്. തുടർന്ന് കൃഷ്ണവിഗ്രഹത്തിൽ നിന്നും ഒരു തുളസിയില വന്ന് ഈ കുട്ടിയുടെ നെറ്റിയിലേക്ക് വീഴുന്നുണ്ട്. അന്നേരം കുട്ടി നന്നായി ചിരിച്ചങ്ങ് കരയുകയാണ്. കൃഷ്ണൻ്റെ ജന്മദിനത്തിൽ ജനിച്ച പെൺകുട്ടി ആയതുകൊണ്ട് ആ കുട്ടിക്ക് അവർ ശ്യാമ എന്ന് പേരിടുന്നു. തുടർന്ന് കാണിക്കുന്നത് 7 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. ശ്യാമ വളർന്ന് ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടിയൊക്കെയായി. അങ്ങനെ കൂട്ടുകാരോടൊക്കെ കളിക്കുകയാണ് ശ്യാമ. അന്നേരം അവിടെ ഒരു മ്യൂസിക് ടീച്ചറുടെ മകളുണ്ട്, വിസ്മയ. വിസ്മയക്കാണെങ്കിൽ ശ്യാമയെ ഇഷ്ടമല്ല, ശ്യാമ പാട്ട് പാടുന്നത് കൊണ്ട്. പിന്നെ കറുപ്പിൻ്റെ പേര് പറഞ്ഞ് ശ്യാമയെ ഒരുപാട് കളിയാക്കുകയും ചെയ്യും വിസ്മയ. തുടർന്ന് കണ്ണ് കെട്ടി കളിക്കുന്നതിനിടയ്ക്ക് വിസ്മയ ശ്യാമയെ കൊണ്ടുവന്നൊരു കണ്ണ് കെട്ടിയ ശേഷം ഒരു കുഴിയുടെ മുമ്പിലേക്ക് നിർത്തുന്നുണ്ട്. അതിനുശേഷം കൂട്ടുകാരുടെ എല്ലാവരോടും പോകാൻ പറഞ്ഞ ശേഷം ശ്യാമയെ തള്ളിയ കുഴിയിലേക്ക് ഇടുകയാണ് വിസ്മയ. എന്നിട്ട് വിസ്മയ അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് കളിക്കാൻ പോയ ശ്യാമ വീട്ടിലേക്ക് തിരിച്ചു വരാത്തതിനാൽ അന്വേഷിച്ച് ദേവകി സന്ധ്യയോടുകൂടി അവിടെയൊക്കെ തിരക്കുന്നുണ്ട്, ടോർച്ചൊക്കെ അടിച്ച്. അന്നേരം ആ കുഴിയിൽ നിന്നുകൊണ്ട് ശ്യാമ വിളിക്കുന്നുണ്ട്, ഞാൻ ഇവിടെയാണ് അമ്മയെന്നും പറഞ്ഞ്. അന്നേരം ആ ശ്യാമയെ കാണിക്കുന്നത് ഒരു കൃഷ്ണവിഗ്രഹം പിടിച്ചുകൊണ്ടാണ് ശ്യാമ ആ കുഴിയിൽ നിൽക്കുന്നത്. തുടർന്ന് ഒരു കാട്ടുവള്ളി എടുത്തിട്ട് കൊടുത്തിട്ട് ദേവകി ശ്യാമയോട് അതിൽ പിടിച്ച് കയറാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ശ്യാമ തുടർന്ന് മുകളിലേക്ക് കയറുമ്പോൾ മോൾ എങ്ങനെ ഇവിടെ എത്തി, ഇത് എങ്ങനെ കിട്ടിയെന്നൊക്കെ ദേവകി അന്വേഷിക്കുമ്പോൾ ഞാനിവിടെ കുഴിയിൽ വീണതാണ്. കുറേ നേരം കഴിഞ്ഞ് മഴ പെയ്ത് വെള്ളം ഒലിച്ച് കുഴിയിലേക്ക് വന്നപ്പോൾ ഈ വിഗ്രഹം കൂടി വന്നു. എൻ്റെ കൃഷ്ണനുള്ളപ്പോൾ എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കൃഷ്ണനാണ് എൻ്റെ ധൈര്യം എന്നൊക്കെ പറഞ്ഞ് ശ്യാമയും ദേവകിയോടും നിൽക്കുന്ന ഒരു സീനാണ് രണ്ടാമത് കാണിക്കുന്നത്. തുടർന്ന് കാണിക്കുന്നത് ഇന്നത്തെ ശ്യാമയാണ്. അത് നല്ലൊരു കൃഷ്ണഭക്തയും നല്ലൊരു പാട്ടുകാരിയുമാണ്. പക്ഷേ ശ്യാമയുടെ ശബ്ദം പുറം ലോകം കേൾക്കാനായിട്ട് മ്യൂസിക് ടീച്ചറായ അരുന്ധതിയും മകള് വിസ്മയയും അനുവദിക്കില്ല. ശ്യാമയുടെ അനിയത്തി അപ്പുവിന് ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി പൈസ ചെലവാക്കുന്നതൊക്കെ അരുന്ധതിയാണ്. അത് ശ്യാമ തൻ്റെ വോയിസ് വിസ്മയയ്ക്ക് വേണ്ടി പണയം വയ്ക്കുകയാണ്. അന്നേരം വിസ്മയുടെ ശബ്ദമായിട്ടാണ് ശ്യാമയുടെ ശബ്ദം എല്ലാവരും കേൾക്കുന്നത്. ശ്യാമയാണ് പാടുന്നതെന്ന് അറിയില്ല. തുടർന്ന് കാണിക്കുന്ന ഒരു സീനിൽ അമ്പലത്തിൽ ഭക്തി മൂത്തങ്ങ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ശ്യാമയെ വന്ന് ഉപദ്രവിക്കുകയാണ് അരുന്ധതി. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച ലക്ഷങ്ങൾ തന്നിട്ട് മതി നിൻ്റെ ശബ്ദം പുറം ലോകത്തെ കേൾപ്പിക്കുന്നത്, നീ ഇപ്പോൾ എൻ്റെ പണയ വസ്തുവാണ് എന്നൊക്കെ ശ്യാമയോട് മോശമായി കുറേ സംസാരിക്കുകയാണ് അരുന്ധതി. അന്നേരം ആ കടം വീട്ടാതെ നിങ്ങളോടുള്ള എഗ്രിമെൻ്റ് ഞാൻ തെറ്റിക്കില്ല എന്ന് വിസ്മയോടും അരുന്ധതിയോടും ശ്യാമ പറയുന്നുണ്ട്. ജീവിതകാലം മുഴുവനും എൻ്റെ മോളുടെ ശബ്ദമായി ഞങ്ങളെ അനുസരിച്ച് കഴിഞ്ഞോളണം എന്ന് അരുന്ധതി താക്കീത് നൽകുന്നുണ്ട് ശ്യാമയ്ക്ക്. ശ്യാമയുടെ അവസ്ഥയിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അനിയനപ്പവും. വലിയ പാട്ടുകാരി ആവേണ്ടതാണ് എൻ്റെ ചേച്ചി, പക്ഷേ ആ അഹങ്കാരി പെണ്ണിന് വേണ്ടി ഒളിച്ചിരുന്ന് പാടേണ്ട അവസ്ഥയാണ് എൻ്റെ ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞ് അപ്പു ഒരുപാട് സങ്കടപ്പെടുകയാണ്. പക്ഷേ അതിലൊക്കെ അങ്ങ് വിഷമിച്ചിരിക്കുകയാണ് ശ്യാമയും. അപ്പുവിനെ ആശ്വസിപ്പിച്ച് ശ്യാമ പറയുന്നുണ്ട്, വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുന്നത് വരെ അവരെ അനുസരിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്നോണം കൃഷ്ണൻ തന്നെ ഒരാളെ അയക്കണമെന്ന്. ശ്യാമയുടെ അനിയത്തിയാണ് അപ്പു. ചേട്ടനുണ്ട് നരേന്ദ്രൻ്റെ ഭാര്യയാണ് ജയന്തി ആണെങ്കിലോ ഭയങ്കര കലാബോധമില്ല, സൗന്ദര്യബോധവുമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഏതു സമയവും ശ്യാമയും അച്ഛനെയും അമ്മയും ഒക്കെ കുറ്റപ്പെടുത്തുകയാണ് ജയന്തിയുടെ ജോലി. തുടർന്ന് ശ്യാമയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വേവലാതിപ്പെടുകയാണ് ദേവകിയും വാസുദേവനും. ഉടൻ തന്നെ കല്യാണം നടത്തണമെന്ന് ദേവകി വാസുദേവനോട് പറയുന്നുണ്ട്. അന്നേരം കളിയാക്കി ജയന്തി പറയുന്നുണ്ട്, ഇതുവരെ 10-12 ആലോചനയൊക്കെ വന്നതല്ലേ, നല്ല അന്തസ്സുള്ള കുടുംബക്കാരൊക്കെ അല്ലേ വന്നിട്ടുള്ളത്, പക്ഷേ പെണ്ണ് ചായയുമായിട്ട് വരുമ്പോഴേക്കും ചെറുക്കനും കൂട്ടരും അങ്ങ് എഴുന്നേറ്റ് പോകും, അത്രയ്ക്ക് മുഖസൗന്ദര്യമല്ലേ എന്ന് കളിയാക്കുന്നുണ്ട് ജയന്തി. അന്നേരം എൻ്റെ മോൾക്ക് സൗന്ദര്യത്തിന് എന്താ കുഴപ്പമെന്നും പറഞ്ഞ് ദേവകി കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്. ജയന്തിയുടെ കളിയാക്കലൊക്കെ കേട്ട് ചേട്ടനായ അരവിന്ദനും ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് ജയന്തിയോട്. നരേന്ദ്രനല്ല, ശ്യാമയുടെ ചേട്ടൻ്റെ പേര് അരവിന്ദൻ എന്നാണ്. അന്നേരം പാരമ്പര്യം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്, അത് ഞങ്ങൾ ആരുടെയും മുമ്പിൽ പണയം വെച്ചിട്ടില്ല എന്നൊക്കെ അരവിന്ദൻ പറയുന്നുണ്ട്. അന്നേരം ജയന്തി വീണ്ടും കളിയാക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അനിയത്തിയുടെ കല്യാണം ഒന്ന് നടത്തി കാട്ടിത്തരാനായിട്ട്. അന്നേരം ദേഷ്യപ്പെട്ട് ജയന്തി അങ്ങ് പോവുകയാണ്. തുടർന്ന്
ദേവകി വാസുദേവനോട് പറയുന്നുണ്ട്, ശ്യാമയുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതുകൊണ്ടാണ് അരവിന്ദനെ സമയത്തിനൊന്നും കിട്ടാത്തതും ഇഷ്ടത്തിനൊന്നും കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞ് ജയന്തിക്ക് പരാതിയുണ്ടെന്ന്. നമുക്കെങ്ങനെയും കല്യാണം നടത്താം എന്നൊക്കെ പറഞ്ഞ് വാസുദേവൻ ദേവകിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ശ്യാമാംബരത്തിലെ മറ്റൊരു കുടുംബമാണ് ആനന്ദവർമ്മയുടെയും വസുന്ധരാദേവിയുടെയും കുടുംബം. അവർക്ക് 3 മക്കളാണ്. മൂത്തയാൾ ആദിത്യവർമ്മ, ആദിത്യവർമ്മയുടെ ഭാര്യ ഐശ്വര്യ. അവർക്ക് 2 കുട്ടികളുമുണ്ട്. പിന്നെയും തെറ്റി. ആദിത്യവർമ്മയുടെ ഭാര്യ അമൃത. വസുന്ധരാദേവിയുടെയും ആനന്ദവർമ്മയുടെയും 2ാമത്തെ മകനാണ് അരുൺ വർമ്മ. അരുണിൻ്റെ ഭാര്യ ഐശ്വര്യ. അവിടുത്തെ മൂത്ത മരുമകൾ അമൃതയാണെങ്കിലും കാര്യങ്ങളെല്ലാം നോക്കുന്നത് 2ാമത്തെ മരുമകളായ ഐശ്വര്യയാണ്. അത് ആദിത്യന് അമൃതയോട് പറയുന്നുമുണ്ട്, മൂത്ത മരുമകൾ നീയല്ലേ, പക്ഷേ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഐശ്വര്യയാണല്ലോ എന്ന്. അന്നേരം അമൃത പറയുന്നുണ്ട്, എനിക്ക് ആദിത്യേട്ടൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി കുട്ടികളുടെ അമ്മയായി നല്ലൊരു വീട്ടമ്മയായി കഴിയാനാണ് ഇഷ്ടമെന്ന്. അന്നേരം നല്ല മനസ്സുള്ള, അസൂയയും കുശുമ്പും ആരോടും ഒന്നുമില്ലാത്ത നിന്നെ ഭാര്യയായി കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ആദിത്യനും അമൃതയോട് പറയുന്നു. പിന്നെ ആ കുടുംബത്തിൽ മുതിർന്ന ഒരു അംഗമുണ്ട്, ലക്ഷ്മി അപ്പച്ചി. പക്ഷേ അമൃതയുടെ സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഐശ്വര്യ. ഈ ലക്ഷ്മി അപ്പച്ചിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ലക്ഷ്മി അപ്പച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. ഐശ്വര്യയെ കാണുമ്പോൾ ഐശ്വര്യയോട് ചേർന്ന് സംസാരിക്കുകയും ചെയ്യും. പിന്നീട് അമൃതയെ കാണുമ്പോൾ അമൃതയോടും ചേർന്ന് സംസാരിക്കും. പക്ഷെ ആരെയും ഇഷ്ടമല്ല ഈ ലക്ഷ്മി അപ്പച്ചിക്ക്. ഈ ഐശ്വര്യ മിസ് കേരള വിന്നറൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ട് ഐശ്വര്യയ്ക്ക്. ഐശ്വര്യയുടെ ആ സൗന്ദര്യത്തിൽ വീണതാണ് അരുൺ വർമ്മ. പക്ഷേ ഇപ്പോൾ ഐശ്വര്യയുടെ അസൂയയ്ക്കും കുശുമ്പിനുമൊക്കെ തെല്ലൊന്ന് മറുപടി കൊടുക്കുന്നുണ്ട് അരുൺ. ഏട്ടത്തിയെ കണ്ടുപഠിക്കണം, ഏട്ടത്തി വളരെ സിമ്പിളാണ് എന്നൊക്കെ അരുൺ പറയുമ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഐശ്വര്യ അരുണിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് ശ്യാമയെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വരുമെന്ന് ബ്രോക്കർ ചന്ദ്രൻ വാസുദേവനെ അറിയിക്കുന്നുണ്ട്. ആ സന്തോഷം ദേവകിയോട് പങ്കുവയ്ക്കുമ്പോൾ ജയന്തി ഒരുപാട് കളിയാക്കുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരിക്കും അയച്ചു കൊടുത്തത്. വല്ല കണ്ണ് പൊട്ടനെയോ അംഗവൈകല്യമുള്ളവനെയോ ഒക്കെ ആലോചിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെണ്ണ് ചായയുമായിട്ട് വരുമ്പോഴേ ചെറുക്കനും കൂട്ടരും എഴുന്നേറ്റ് ഓടും എന്നൊക്കെ പറഞ്ഞ് ജയന്തി ഒരുപാട് പരിഹസിക്കുന്നുണ്ട് ശ്യാമയെ. തുടർന്ന് ശ്യാമയെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വാസുദേവൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അന്നേരം അമ്പലത്തിൽ പോയി വന്ന ശ്യാമ തിരികെ വരുമ്പോഴും ജയന്തി കളിയാക്കുന്നുണ്ട്. ഇത്തവണയും കുറേ ചായയും പലഹാരവും വേസ്റ്റ് ആകുമെന്ന് മാത്രം. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് മുടങ്ങണ്ട, ചടങ്ങ് നടക്കട്ടെ എന്നും പറഞ്ഞ് ജയന്തി അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് പെണ്ണ് കാണാൻ വന്നവരുടെ അടുത്തേക്ക് ജയന്തി ചായയുമായി പോകുന്നുണ്ട്. അന്നേരം പെണ്ണ് ജയന്തിയാണെന്ന് ചെക്കനും കൂട്ടരും അമ്മയും ഒക്കെ കരുതുന്നുണ്ട്. തുടർന്ന് ചായ വാങ്ങിയ ശേഷം ജയന്തിയുടെ നെറ്റിയിൽ സിന്ദൂരം ശ്രദ്ധിക്കുമ്പോഴാണ് അമ്മ ഇതെന്ന് ചോദിക്കുന്നത്. അന്നേരം ഞാനിവിടുത്തെ അരവിന്ദൻ്റെ മൂത്ത ഭാര്യയാണ്. ഇതുവരെ വന്ന 10-12 ചെറുക്കന്മാരും ഞാനായിരുന്നു പെണ്ണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു നാണത്തോടു കൂടി ജയന്തി പറയുകയാണ്. തുടർന്ന് ചായ ഇരുന്ന് തണുക്കണ്ടെന്ന് കരുതി ഞാൻ കൊണ്ടുവന്നതാണ്, ശ്യാമ ഇപ്പോൾ വരും, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് നാണത്തോടെ ജയന്തി അങ്ങ് അകത്തേക്ക് പോകുന്നു. അതേസമയം ഒരുങ്ങുന്ന ശ്യാമ അമ്മ ദേവകിയോട് പറയുന്നുണ്ട്, മുമ്പത്തെ പോലെയാകുമോ, പെണ്ണിനെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വരുമോ എന്നൊക്കെ. അന്നേരം ഇല്ല എന്നും പറഞ്ഞ് വാസുദേവനും വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ മുമ്പേ നിന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഉടനെ കല്യാണം നടത്താമെന്നൊക്കെ. അന്നേരം അരുന്ധതി മാഡവുമായിട്ടുള്ള കരാർ ലംഘിച്ച് എങ്ങനെയാണ് നമ്മൾ കല്യാണം നടത്തുന്നത്, നമ്മൾ പെരുവഴിയിലാകില്ലേ എന്നൊക്കെ ശ്യാമ സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് പയ്യൻ്റെ കൂട്ടരുടെയും മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് ശ്യാമയെ ദേവകി. അതേസമയം ശ്യാമയെ കാണുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബ്രോക്കറോട് ദേഷ്യപ്പെടുകയാണ് അമ്മ. തനി തങ്കമാണെന്ന് പറഞ്ഞിട്ട് ഇത് തീയിൽ വീണ ചെമ്പ് പോലെയാണല്ലോ എന്നും പറഞ്ഞ് ശ്യാമയുടെ നിറത്തെപ്പറ്റി ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട്. നീ കണ്ടെത്തിയ സൗന്ദര്യ റാണി കൊള്ളാം, വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് അമ്മ. അന്നേരം ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മ സൗന്ദര്യമാണോ നോക്കുന്നത്? ശ്യാമയ്ക്കുള്ള സൗന്ദര്യം അവളുടെ സംഗീതമാണ്. ശ്യാമ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്പലത്തിൽ വെച്ച് പാടിയത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് ഉണ്ണികൃഷ്ണൻ. ശ്യാമയുടെ മുഖത്ത് നോക്കി ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്, 10 ദിവസം കൊണ്ട് കറുപ്പടിച്ചാൽ പോകുന്ന തൊലിപ്പുറത്തേക്കാൾ എനിക്കിഷ്ടം ശ്യാമയുടെ സ്വരത്തെയാണെന്ന്. അന്നേരം ഉണ്ണികൃഷ്ണൻ്റെ അച്ഛനും പറയുന്നുണ്ട്, അവൻ ഇഷ്ടമാണെങ്കിൽ നമുക്കെന്താ വിരോധം കാണിക്കുന്നതെന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അരുന്ധതിയുടെ ആ വാക്കുകൾ ഓർത്ത ശേഷം ശ്യാമ പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞാനൊരു ഗായികയൊന്നുമല്ല എന്ന്. അന്നേരം ഉണ്ണികൃഷ്ണൻ പറയുകയാണ്, ഇപ്പോൾ പ്രശസ്തയായിക്കൊണ്ടിരിക്കുന്ന വിസ്മയുടെ അതേ വോയിസാണ് തനിക്ക്, പിന്നെ താൻ എന്തിനാ അത് തുറന്നു പറയാൻ മടിക്കുന്നതെന്നൊക്കെ. ശ്യാമ മനസ്സ് വെച്ചാൽ വിസ്മയേക്കാൾ നല്ലൊരു ഗായികയാകാൻ പറ്റുമെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം വാസുദേവൻ പറയാൻ തുടങ്ങുകയാണ്, ഇവളാണ് വിസ്മയ്ക്ക് വേണ്ടി ശബ്ദം എന്ന് പറയുമ്പോഴേക്കും അത് തടുക്കുകയാണ് ശ്യാമ.
പിന്നീട് ഉണ്ണികൃഷ്ണനോട് കൈകൂപ്പി ശ്യാമ പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു പാട്ടുകാരിയാകാൻ എനിക്ക് കഴിയില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടതെന്ന്. അന്നേരം ഉണ്ണികൃഷ്ണൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നിറവും ഇല്ല സൗന്ദര്യവും ഇല്ല, ഇപ്പോൾ പറയുന്നു ദേ സംഗീതവും ഇല്ല എന്ന്. പിന്നെ എന്ത് കണ്ടിട്ടാണ് നീ കാക്കപ്പൊന്നിനെ ആഗ്രഹിച്ചതെന്ന് ഉണ്ണികൃഷ്ണനോട് അമ്മ ചോദിക്കുകയാണ്. അരുന്ധതിയോടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണനെ ഇഷ്ടമായെങ്കിലും ഉണ്ണികൃഷ്ണൻ അത് പറഞ്ഞതൊക്കെ സമ്മതിക്കാതെ ശ്യാമ അവരോട് അങ്ങനെ സംസാരിക്കുന്നത്. തുടർന്ന് ഉണ്ണികൃഷ്ണനെയും കൂട്ടി അമ്മയും അച്ഛനും അവിടെ നിന്നും പോവുകയാണ്. ഈ രംഗങ്ങൾക്കൊക്കെ ഇടയ്ക്ക് വസുന്ധരാദേവിയുടെയും ആനന്ദവർമ്മയുടെയും ഇളയ മകനായിട്ട് അഖിൽ വർമ്മയെയും കാണിക്കുന്നുണ്ട്. അതൊരു അമ്മ മകൻ തന്നെയാണ്. കൂടുതൽ സംസാരമൊന്നും കാണിക്കുന്നില്ല. ഇതൊക്കെയാണ് ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു ഏകദേശം. ഇനി നമുക്ക് വരും എപ്പിസോഡുകളിൽ ബാക്കി എന്തൊക്കെയാണ്, ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്